ഡൽഹി കലാപത്തിൽ IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ ആം ആദ്മി പാർട്ടി മുൻ കൗൺസിലർ താഹിർ ഹുസൈന് വധശിക്ഷ നൽകണമെന്ന ആവശ്യം. ഭാരത് രക്ഷാമഞ്ചാണ് ഈ ആവശ്യവുമായി രംഗത്ത് വന്നത്. കേസിൽ താഹിർ ഹുസൈനെ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയിരുന്നു. വാർത്തയിലേക്ക്. 2020 ഡൽഹി കലാപത്തിനിടെ IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മുൻ AAP കൗൺസിലർ താഹിർ ഹുസൈൻ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരുന്നു. ഡൽഹി കർക്കർദുമ അഡീഷണൽ സെഷൻസ് കോടതിയാണ് താഹിർ ഹുസൈൻ അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധി പ്രസ്താവിച്ചത്. കൊലപാതകം, കലാപം സൃഷ്ടിക്കൽ, മതവിദ്വേഷം വളർത്തൽ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. താഹിർ ഹുസൈന് വധശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് ഭാരത് രക്ഷാമഞ്ച് മുന്നോട്ട് വയ്ക്കുന്നത്. ताहिर हुसैन जो है, इसको जब अदालत ने सिद्ध कर दिया कि ये दोषी है तो उसे फांसी की सजा होनी चाहिए, क्योंकि हमारे देश के जाबाज ऑफिसर अंकित शर्मा जी जो राव के बहुत बड़े ऑफिसर थे और मेरा देशभक्त को उसने हत्या करवा दी। ऐसे 100 सैकड़े में हत्याएं करवाई थी उसने। दंगा दिल्ली में फैलाया था। सुंदर और हरी दिल्ली को उसने समझिए अपने गिरफ्त में लेने का प्रयास किया। लेकिन अभी का सरकार का, न्यायपालिका का धन्यवाद देता हूँ। इस नाकीज को सजा सुनाई गई है और इसको फांसी की सजा होनी चाहिए. അങ്കിത് ശർമ്മ വധക്കേസിൽ ആകെ 11 പ്രതികളാണ് വിചാരണ നേരിട്ടത്. താഹിർ ഹുസൈനൊപ്പം മറ്റ് 5 പ്രതികളെയും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരുന്നു. 2020 ഫെബ്രുവരിയിൽ ചന്ദ്ബാഗ് പുലിക്ക് സമീപമുള്ള ഓടയിൽ നിന്നാണ് 51 വെട്ടേറ്റ മുറിവുകളോടെ IB ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജനം, ഡൽഹി.